Hello, good morning all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Morning, ma'am. എല്ലാവർക്കും ഓണം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് അടിച്ചുപൊളിച്ചു ഓണം. ഓണം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് അടിച്ചുപൊളിച്ചോ Yes, എല്ലാവരും? ma'am. I'm Tulsi, ma'am. നമ്മൾ Yes, ma'am. പഠിച്ചതൊക്കെ പഠിച്ചതൊന്നും മറന്നുപോയില്ലല്ലോ അല്ലേ? Good morning, ma'am. Good morning. Good morning, ma'am. ഓക്കെ, നമ്മള് ഓപ്പറേഷൻ തിയേറ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഏതാണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ എത്തി. അപ്പൊ എവിടെ വരെയെന്ന് എടുത്തേന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? ഓപ്പറേഷൻ തിയേറ്റർ എവിടെ വരെ എത്തിയെന്ന് ആരെങ്കിലും പറയാമോ? നിങ്ങള് ഓണായപ്പോ അതൊക്കെ മറന്നു കളഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടം വരെ എത്തി എന്നൊന്ന് പറയാമോ? Types of operation theater. ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ വരെയാണ് എത്തി നിൽക്കുന്നത്. ശരിയാണ്. അപ്പോ എവിടെ അങ്ങനെ നമുക്കൊന്ന് ചെറുതായിട്ട് റിവിഷൻ ചെയ്ത് തുടങ്ങിയിട്ട് ക്ലാസ്സിലേക്ക് കയറണോ? കാരണം നിങ്ങൾ ഇനി അതെല്ലാം മറന്നുപോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്താണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചത്? എന്താ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്തത്? അവിടെ ആ പ്ലേസ് അല്ലേ, നമ്മള് ആ പ്ലേസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അവിടെ എന്തൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ഡോക്ടേഴ്സും നഴ്സുമാരും അല്ലെങ്കിൽ ഓപ്പറേഷന് വിധേയമാകുന്ന പേഷ്യന്റും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അതിൽ എന്താണ് അവിടെ കുറച്ച് വർക്കേഴ്സ് ഓപ്പറേഷൻ റൂമിൽ വേണം എന്ന് പറഞ്ഞത് ആരൊക്കെയാണെന്ന് പറയാം? പറയോ, പറഞ്ഞോളൂ. Surgery procedures, Anesthetist, Nurse, theater nurse, workers, support cardiographers, workers, radiographers. radiographers. അപ്പൊ നിങ്ങൾ അത്യാവശ്യം അതിൽ തന്നെ ലയിച്ചിരിക്കുന്നവരാണോ? ഒപ്പം തന്നെ നമ്മള് സർജറിക്ക് ഉപയോഗിക്കുന്ന ആ ടേബിളിന്റെ പ്രത്യേകത എന്താണെന്നാ പറഞ്ഞത്? സർജറിക്ക് ഉപയോഗിക്കുന്ന ടേബിൾ എന്താണ്, അതിനെ കുറിച്ച് പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലേ? അതൊന്ന് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഉയർത്താനും താഴ്ത്താനും പറ്റുന്ന ടൈപ്പ് ആയിരിക്കും. റൂമിന്റെ സെന്ററിലായിരിക്കണം. ഓക്കെ, മൂവബിൾ ആയിരിക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ. ഇനി അത് മാത്രം തന്നെ അവിടെ എന്തെങ്കിലും മെഷീൻസിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തെങ്കിലും മെഷീൻസ്, ഏതൊക്കെ മെഷീൻസ് ആണ് അവിടെ ഫസ്റ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു? Diathermy machine, ventilator, machines, specialized tools, heart lung machine. നമ്മള് അതേമാതിരി തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ മാസ്റ്റർ. അപ്പൊ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് മാത്രമേ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് സപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ആരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ? CSSD. അതും ഒക്കെയാണ്. പിന്നെ നമ്മള് എന്താ പറയണ കുറച്ച് ഇതുകള് അല്ലെ, നമ്മള് എന്താ പറയണ അവര് തരംതിരിച്ചു അല്ലെ, ഓരോ പ്ലേസുകളായിട്ട് തരംതിരിച്ചു. ആ പ്ലേസുകൾ ഏതൊക്കെയാണെന്ന് പറയാം? Protective zone, clean zone, sterile zone, disposal zone. അതേപോലെ തന്നെ നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ, അതെ അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെന്താണ് അതും ഒന്ന് ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞേ. ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതും കൂടി ഒന്ന് ആരെങ്കിലും നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഒരു ഹൈബ്രിഡ് OT. അപ്പൊ നമ്മള് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങളും ക്യാച്ച് ചെയ്തു എന്നുള്ളതിൽ സന്തോഷം. അപ്പൊ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, നമ്മുടെ പോർഷൻസിലേക്ക് തന്നെ പോകാം. നമുക്ക് ഇനി കുറച്ച് എന്താ കൂടെ ഉള്ളൂ. മിക്കവാറും ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നതല്ലേ, നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് വെന്റിലേറ്റർ ആയിരിക്കും. വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലെ PDF-ഉം, അതിന്റെയും PDF ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ?
ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കരുതിയിരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വെന്റിലേറ്റർ എടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരമാവധി ഇത് തന്നെ എടുത്ത് ഇത് നമുക്ക് എന്താ പറയാ തറവായിട്ട് ഇരുന്നിട്ട് ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മൾ എടുത്ത 2 ചാപ്റ്റേഴ്സ് സ്ക്രീൻ കാണുന്നില്ലല്ലോ. സ്ക്രീൻ കാണുന്നില്ല, ഞാൻ ഇട്ടേക്കാം. ഓക്കെ. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് സ്ക്രീൻ ഇപ്പൊ കാണാം അല്ലെ? അവൈലബിൾ അല്ലേ? ഇല്ല മാം, കാണുന്നില്ല? കാണുന്നില്ല. 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 ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളപ്പോ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെന്റീവ് മെഷേഴ്സ് അഗേൻസ്റ്റ് ഹസാർഡ്സ് ഓൺ ഓപ്പറേഷൻ തിയേറ്റർ. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ അത് നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മുൻകരുതലുകളൊക്കെ മെഷർ ചെയ്യണം, അതായത് ആ ഓർത്ത് മുൻകൂട്ടി കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. അതായത് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയ എല്ലാ വ്യക്തികൾക്കും അറിയാം അല്ലെ, നമ്മള് ഡോക്ടേഴ്സ് ഒക്കെ ധരിക്കുന്നത് അവര് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അവിടെ അതിന് വേണ്ടി മാത്രം അവര് സെപ്പറേറ്റ് ചപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. നഴ്സുമാരാണെങ്കിലും അത് അവര് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതാണ് പറയുന്നത്, പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. അതായത് തെന്നി വീഴുന്ന തരത്തിലല്ലാത്ത തരത്തിലുള്ള ഷൂസുകളെല്ലാം അവര് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പറയുന്നു, ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. നമുക്കറിയാം, നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള കുറച്ച് ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഷാർപ്പായിട്ടുള്ള മോശമുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം വസ്തുക്കളെല്ലാം എന്താണ് നന്നായിട്ട് കെയർ ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ എന്താണ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. അതായത് നമുക്ക് അത് റീസൈക്കിൾ ചെയ്യാതെ നമുക്കത് വേസ്റ്റ് ആയിട്ട് തള്ളേണ്ടതുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അത് ചിലപ്പോ അതോടുകൂടി ആ പ്രഷറോട് കൂടി തന്നെ അത് വേസ്റ്റ് ആയിട്ട് നശിപ്പിച്ച് കളയേണ്ടതുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഡിസ്പോസൽ ആയിട്ടുള്ള പ്ലേസുകൾ അല്ലെ, അത് ഹസാർഡ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഡിസ്പോസൽ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ അത് നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് ചിലതെല്ലാം ചില എക്യുപ്മെന്റ്സ് എല്ലാം എന്താണ് ചില ഉപകരണങ്ങളെല്ലാം ചിലപ്പോൾ റീസൈക്കിളിന് വേണ്ടി വരും. അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് വരും. അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് വേറെ പ്ലേസിലൊക്കെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത്, ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. മാക്സിമം കെയറോട് കൂടി തന്നെ അത് യൂസ് ചെയ്യണം. ഒപ്പം പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, അത് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യേണ്ടത് ഏതൊക്കെ പ്ലേസിൽ ചിലത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും, ചിലത് എന്താണ് നമുക്ക് അതോടുകൂടി വേസ്റ്റ് ആയിട്ട് നമ്മൾ തള്ളിക്കളയേണ്ടതായിട്ട് വരും. കാരണം അത് അത്രയധികം അണുക്കളൊക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ പിന്നീട് റീസൈക്കിൾ വെച്ച് ഉപയോഗിക്കില്ല, നമ്മൾ അതായത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റ് ഡിസ്പോസലിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടതാണ്. Then I install ground fault circuit in repeaters, call a skilled electrician to test and repair damaged equipment.
അതായത് നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ആവുമ്പോൾ ഒരുപാട് ഇലക്ട്രോണിക്സ് സംബന്ധമായ സംഭവങ്ങൾ ഉണ്ടാകും. ഉപകരണങ്ങളാണെങ്കിലും ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടേക്ക് എന്താണ് സർക്യൂട്ട്, നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള സംഭവങ്ങൾക്ക് സംഭവിക്കാൻ സാധാരണ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്താണ്, call a skilled electrician to test and repair damaged equipments. അപ്പൊ കറക്റ്റ് അതിനും മെഷീൻസ് ഒക്കെ അത് കൈകാര്യം ചെയ്യാനായിട്ട് കഴിവുള്ള ഏബിൾ ആയിട്ടുള്ള സ്കിൽഡ് പേഴ്സൺ തന്നെ കണ്ടെത്തിയിട്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിപ്പയർ ആൻഡ് ഡാമേജ് എക്യുപ്മെന്റ്, ഡാമേജ് ആയിട്ടുള്ള എന്തെങ്കിലും കേടുപാടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ, ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ തേർഡ് പോയിന്റ് വരെയും പറഞ്ഞു. എന്താണ് ആദ്യം പറഞ്ഞത്, എന്താണ് സോള്, നമ്മുടെ തെന്നി പോവാത്ത തരത്തിലുള്ള ചപ്പലുകൾ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഷാർപ്പായിട്ടുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം അത് കെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. ഒപ്പം തന്നെ അത് നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ആയിട്ട് നമ്മൾ നിക്ഷേപിക്കേണ്ടത് കൃത്യമായ പ്ലേസിൽ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു. തേർഡ് വണ്ണിൽ എന്താ പറഞ്ഞത്, നമ്മൾ ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ കേടുപാട് ഉണ്ടായെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പയർ ചെയ്ത് സ്കിൽഡ് പേഴ്സണെ കൊണ്ട് തന്നെ അതിന്റെ റിപ്പയറിംഗ് ഒക്കെ നടത്തിയതിനു ശേഷം അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് എന്താ പറയുന്നത്, പുട്ട് ഓൺ എ റേഡിയേഷൻ dosimeter badge or other when exposed to radiation. Follow all safety instructions to lessen exposure to air minimum. അതായത് ഇത് റേഡിയേഷനുമായി ബന്ധപ്പെട്ട നമുക്കറിയാലോ, ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഡിവൈസ് ആണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമാണ്. അതിന്റെ അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ ബാഡ്ജും കാര്യങ്ങളെല്ലാം അതെല്ലാം കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. വെൻ എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ, റേഡിയേഷന്റെ ആ ടൈമിലാണെങ്കിലും അതനുസരിച്ച് തന്നെ കീപ്പ് ചെയ്യാനുള്ളതാണ്. ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്. ഇപ്പൊ അതെന്നൊക്കെ പറയാം, റേഡിയേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാലോ, നമ്മൾ PPE കിറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഫംഗ്ഷനിലേക്ക്, ആ ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത്. കാരണം ആ പ്രോസസ്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പേഷ്യൻസിനാണെങ്കിലും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കാണെങ്കിലും എന്തെങ്കിലും റിയാക്ഷൻ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ലിസൺ ചെയ്തിട്ട് വേണം, അത് ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. ഇതൊക്കെ പറയുന്നത് നമ്മള് മൊത്തത്തിൽ പറയുന്ന ഹസാർഡ്സ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വരാവുന്ന അപകടങ്ങള്, ഹസാർഡ്സിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങളെ മുൻകൂട്ടി കാണുന്ന കുറെ കാര്യങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. ഇൻസ്റ്റാൾ എയർ കണ്ടീഷനിങ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ in the operating room to lessen heat, stress and remove or outdoors gases and vapors. അതായത് നമുക്കറിയാം അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്യുപ്മെന്റ്സും എന്താ പറയുക അട്ടകപ്പുകളും അല്ലെങ്കിൽ ഒരുപാട് പേഷ്യന്റ് ആണെങ്കിലും അവരെ കൈകാര്യം ചെയ്യാനോടൊപ്പം നമുക്ക് ഷാർപ്പിനായിട്ടുള്ള സാധനങ്ങളും എല്ലാം കീപ്പ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ, ശരിക്കും വായുസഞ്ചാരം എന്ന് പറയുന്നത് വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകാനായിട്ട് നമ്മൾ എപ്പോഴും പറയും ഓപ്പറേഷൻ തിയേറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേസിലൊക്കെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം, നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. ഇനി ഇൻ കേസ് അവിടെ എന്തെങ്കിലുമൊക്കെ ഗ്യാസ് എന്താ പറയുക, എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൊടുത്ത് ഗ്യാസ് സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ വേപ്പേഴ്സ് ആവി അടിച്ച് അവിടെയൊക്കെ വെള്ളം കൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യണം. ആ പ്ലേസ് ഒക്കെ എന്താണ്, നല്ല ഭയങ്കര ചൂടൊന്നും പാടില്ല. നമുക്കറിയാം നമ്മുടെ എന്താ പറയുക ബാക്ടീരിയസ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും അവിടെ കോളായിട്ട് അല്ലെ, കൂളായിട്ടുള്ള പ്ലേസ് ആയിരിക്കും. പക്ഷെ അവിടെ തന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് ആണ് എന്നുള്ളതാണ്. ഇൻസ്റ്റാൾ എയർ കണ്ടീഷനിങ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂംസ്. അവിടെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള വെന്റിലേഷൻ സൗകര്യം ഉണ്ടായിരിക്കണം. ഹീറ്റ്, സ്ട്രെസ് ആൻഡ് റിമൂവ് ഔട്ട്ഡോർസ് ഗ്യാസസ് ആൻഡ് വെപ്പേഴ്സ്. ഇങ്ങനെ എന്തെങ്കിലും വെപ്പേഴ്സോ നീരാവി പോലെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അതെല്ലാം റിമൂവ് ചെയ്തിരിക്കണം എന്നുള്ളത്, അതായത് അതൊക്കെ ഒഴിവാക്കിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. സെൻസിറ്റീവ് ടു നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് must use a non-latex or powder-free latex gloves and avoid contact with the other latex products. നമുക്കറിയാം അല്ലെ, നമ്മുടെ നഴ്സിംഗ് ഫീൽഡിലുള്ള എല്ലാവരും തന്നെ ഒരേപോലത്തെ സ്കിൻ ഉള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല.
വ്യത്യസ്ത നമ്മളെ പോലെ തന്നെ വ്യത്യസ്ത നേച്ചറും അവർക്ക് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ അവരെല്ലാം എന്താണ് നമ്മളുടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ, അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സംഭവങ്ങളെല്ലാം യൂസ് ചെയ്യേണ്ടത് മസ്റ്റാണ്. പക്ഷെ ചിലർക്കെല്ലാം എന്താണ് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവാം, നഴ്സസിനാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താണ് നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് മസ്റ്റ് യൂസ്, നോട്ട് ലാറ്റക്സ്. അവർക്ക് ചിലപ്പോ അതിന്റെ പൊടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൗഡർ ഫ്രീ ആയിട്ടുള്ള, നമുക്കറിയാം ഗ്ലൗസിനോടൊപ്പം ഒരു ചെറിയ തരിതരി പോലുള്ള പൊടികൾ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിലർക്ക് അത് വളരെയധികം അലർജി ഉണ്ടാവും. അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് ഇത്തരത്തിലുള്ള 5 ഇൻസ്റ്റാൾ എയർ കണ്ടീഷൻ വിത്ത് എഫക്റ്റീവ് 6th പോയിന്റ് അല്ല. ഓക്കെ, 1 2 3 4 5 6 അത് തന്നെയാണ് 6th പോയിന്റ് തന്നെയാണ് ഞാൻ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. 6th പോയിന്റ് ആണ് നഴ്സസ് സെൻസിറ്റീവ് ടു നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് മസ്റ്റ് യൂസ് നോൺ ലാറ്റക്സ്. അതായത് അവരെന്താണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു വന്നത് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ള നഴ്സുമാരാണ് എങ്കിൽ അവർക്ക് അതിനോട് പൊരുത്തപ്പെടാനായിട്ട് പറ്റിയില്ല എങ്കിൽ പ്രത്യേക തരത്തിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. വേർഡ് കോണ്ടാക്ട് എപ്പോഴും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ പ്രിവെൻഷൻ ഉണ്ടായിരിക്കണം. എന്താ മറ്റ് അണുക്കളൊന്നും നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ പേഷ്യൻസിനോ ഒന്നും കൊടുക്കാനായിട്ട് വാഹകരാക്കരുത്, അത് അണുക്കളുടെ പ്രസരണവാഹകരാകരുത് എന്നുള്ള ഒരു മസ്റ്റ് ഒപ്പീനിയൻ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും പി പി കിറ്റ് പോലത്തെ സംഭവങ്ങൾ ധരിക്കേണ്ടതുണ്ട്. അതാണ് അവർ പറയുന്നത്. റബ്ബർ ലാറ്റക്സ് നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് മസ്റ്റ് യൂസ് ചെയ്യേണ്ടതാണ്. നോൺ ലാക്ടിക്സ് ഓർ പൗഡർ ഫ്രീ ലാക്ടസ് ഗ്ലൗസ് ആൻഡ് അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് അതർ ലാക്ടിക്സ് പ്രൊഡക്റ്റ്. എന്തെങ്കിലും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഇഷ്യൂസ് ഉള്ളവര് അത്തരത്തിലുള്ള അത് ഒഴിവാക്കിയിട്ട് ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യണം. Then follow established and appropriate infection control precautions assuming blood body fluid. അപ്പൊ അതിലെന്താ പറയുന്നത് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻസ് കൺട്രോൾ. നമുക്കറിയാം ഇപ്പൊ രോഗങ്ങൾ അല്ലെ, രോഗം പടരുന്ന ഒരു സംഭവത്തിലാണ് ശരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ എപ്പോഴും ചിലപ്പോ എന്തെങ്കിലും രോഗങ്ങളായി ബാധിച്ച ഭാഗങ്ങളാണ് റിമൂവ് ചെയ്യേണ്ടത് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം പ്രിക്കോഷൻസ്, അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എപ്പോഴും എടുക്കാം. ഇൻ കേസ് ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ് ആയിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, നമുക്കറിയാം ഒത്തിരി ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ട് അല്ലെ, അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് സ്പില്ലേജ് വേസ്റ്റിലൊക്കെ നിങ്ങൾക്ക് അത് ഡീപ്പ് കുറെ എന്താ പറയുക ഒത്തിരി ഡീപ്പായിട്ട് വിവരിക്കുന്നുണ്ട്. സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരാവുന്ന ഒരുപാട് അണുക്കൾ നിറഞ്ഞ എന്താ പറയുക ഫ്ലൂയിഡ്സ്, ബ്ലഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഡീപ്പായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാവും എന്താണ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ബോഡിയിൽ നിന്ന് വിസർജിക്കുന്ന എല്ലാം ചിലപ്പോ അണുക്കൾ നിറഞ്ഞതാണെങ്കിൽ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതുമായിട്ടുള്ള പ്രിക്കോഷൻസ്, അതായത് മുൻകരുതലുകൾ എപ്പോഴും എടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇനി വാഷ് ഹാൻഡ്സ് and other exposed skin surface after coming into contact with the blood or body fluid. അപ്പൊ അവര് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വാഷ് ചെയ്യണം എന്ത് ഹാൻഡ്സ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫേസ്. ഇപ്പൊ ഇൻ കേസ് ഏതെങ്കിലും തരത്തില് അണുക്കൾ നിറഞ്ഞ പ്ലേസുകളിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ സ്പർശിക്കുകയോ എന്തെങ്കിലും അതുമായി കോണ്ടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഹാൻഡെല്ലാം കൃത്യമായ രീതിയിൽ വാഷ് ചെയ്തിരിക്കണം. Wash hands and other exposed skin surface after coming. In case നമ്മുടെ കൈ തന്നെയാണ് അവിടെ ടച്ച് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഭാഗങ്ങളായിരിക്കാം അറിയാതെ ടച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ചിലപ്പോൾ കൈ വളരെ പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിച്ചിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യണമെങ്കിലും ഇൻ കേസ് അത് എന്തെങ്കിലും റിമൂവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സ് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ എന്താ ഷാർപ്പറായിട്ടുള്ള വസ്തുക്കൾ കൈമാറുമ്പോഴോ ഇപ്പൊ ഏതെങ്കിലും പ്ലേസ് സ്പർശിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതാണെങ്കിൽ എന്താണ്, അതുകൊണ്ടാണ് പറയുന്നത് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫേസ് ഏതെങ്കിലും പ്ലേസ് ആണെങ്കിലും നമ്മൾ അതെന്താണ് കൃത്യമായിട്ട് വാഷ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ബ്ലഡുമായിട്ട് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് വാഷ് ചെയ്യണം എന്നുള്ളത്. Provide lifting aids for the lifting and shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients.
അതായത് നമുക്കറിയാം നമ്മുടെ രോഗ എന്താ പറയുക പേഷ്യന്റ് ആയിട്ട് സർജറിക്ക് വിധേയമാകുന്ന പേഷ്യൻസിന് എപ്പോഴും ചിലപ്പോ വെയിറ്റുകളൊക്കെ സാധാരണ രീതിയിലായിരിക്കും, ചിലർക്കൊക്കെ ചിലപ്പോൾ വെയിറ്റ് ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളവരെ ചിലപ്പോൾ ടേബിളിലേക്ക് കടത്തുക, ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ, ചിലർക്ക് താങ്ങാവുന്നതിനേക്കാളും ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ എന്താണ് സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്, അതായത് ഓക്യുപ്പേഷൻ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള കൺസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പോ ആവശ്യമുണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായിട്ട് ഈ വ്യക്തിയെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത് മസ്റ്റാണ്. അപ്പൊ സുരക്ഷിതമായ മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ട് നോക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നത്. പ്രൊവൈഡർ ലിഫ്റ്റിംഗ് എയ്ഡ്സ് വഹിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഈ വ്യക്തികളെ വഹിക്കേണ്ട ആവശ്യകത വരുമ്പോൾ ഫോർ ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ഹെവി പേഷ്യൻസ് കൺസൾട്ട് ആൻഡ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ഓൺ ദ സേഫ് ഹാൻഡ്. എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഉള്ള വ്യക്തികൾക്ക് അല്ലെ, അങ്ങനെയുള്ള കഴിവുള്ള വ്യക്തികളുണ്ടാവും. നമുക്ക് ഡോക്ടേഴ്സിന് മാത്രം എല്ലാ കാര്യത്തിലും ഇല്ല, അവർക്ക് രോഗങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ, ചിലപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറ്റു വ്യക്തികൾക്കായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അതിന് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം എടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. Then next, checking for anesthetic and oxygen gas leakage. അതായത് നമ്മുടെ ഞാൻ പറഞ്ഞു വെന്റിലേറ്റർ യൂസ് ചെയ്യണം, അതേമാതിരി ഓക്സിജൻ സിലിണ്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ലീക്കേജുകൾ അനസ്തെറ്റിക് ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും എന്തെങ്കിലും ലീക്കേജുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ദെൻ കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ, കേസ് എന്തെങ്കിലും അപ്പൊ ഇലക്ട്രോണിക്സ് സംബന്ധമായ സംഭവങ്ങളാണ് മസ്റ്റായിട്ട് അവർ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ഡിവൈസുകളാണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഫയർ തീപിടുത്തത്തിന് എന്തെങ്കിലുമൊക്കെ ചെറുത് ഷോർട്ട് സർക്യൂട്ടുകൾ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് വരാനുണ്ട് എന്നുള്ളത് കൺട്രോൾ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ എടുക്കേണ്ടതും ആവശ്യമാണ്. ഇതെല്ലാം എന്താണ് പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ വരാവുന്ന അപകട കാര്യങ്ങളാണ്. അപ്പൊ അതിന് മുൻകരുതലായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ ക്ലിയർ ആയിരുന്നോ? എന്നോടൊപ്പം പോകാൻ പറ്റിയോ? ക്ലിയർ ആയിട്ട് തന്നെയാണോ പോയത്? അതെ മാം, ക്ലിയർ ആണ്. അപ്പോ ഞാൻ നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ ഇട്ടില്ല അല്ലെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ക്ലാസ് ഇതാവൂല എന്ന് പറയുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്താ പറയുക മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് ഇവിടെ. കാരണം ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലാസ് മിസ്സാവും. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാട്ടോ എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ. ലാസ്റ്റ് ടൈമിലാണ് സാധാരണ, ഫസ്റ്റ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ എന്താ പറയുക നമ്മൾ മുന്നോട്ട് വർഷങ്ങളിലേക്ക് പോയിട്ടാണ് ക്ലാസ് എടുക്കാറ്. ഞാനത് വിട്ടുപോയി. എനിവേ ആർക്കും മനസ്സിലാവാതെ ഇരുന്നില്ല അല്ലേ? എല്ലാവർക്കും കുഴപ്പമില്ലാതെ തന്നെ കേൾക്കാൻ പറ്റിയില്ലേ? ഓക്കെ, എങ്കിൽ കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്കൊരു ചെറിയ പോർഷനും കൂടെ ഉള്ളൂ. ഓക്കെ, 9th പോയിന്റ് പറയുന്നത് വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസർ. ഇത് തന്നെയല്ലേ? ആരൊക്കെയോ മെസ്സേജ് ഇട്ടിട്ടോ, ഞാൻ 9th എണ്ണി എന്താ പറയാ നോക്കി പോവുകയായിരുന്നു. ഒന്നും കൂടി മെസ്സേജ് ഇട്ട വരും കേട്ടോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ. 9th പോയിന്റ് നോക്കാം. ഓക്കെ, പ്രൊവൈഡ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഫോർ ദ ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റ്. ഈ പോയിന്റ് തന്നെയല്ലേ? ഈ പോയിന്റ് തന്നെയല്ലേ? 9th. Provide lifting aids for the lifting and shift of a heavy patients. Consult an occupational safety specialist on the safe handling of a heavy patients. അതായത് നമ്മൾ കൺസൾട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യണം അല്ലെ, അവരായിട്ടുള്ള ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട്. ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ തൊഴിലുമായി ബന്ധപ്പെട്ട, അതായത് ഇപ്പോ വ്യക്തികളുടെ സ്ട്രക്ചറിൽ കൊണ്ടുപോവുകയും ഇറക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അല്ലെ.
നമ്മള് പറയില്ലേ, എല്ലാ ജനങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. കാരണം ഒരാൾക്ക് ഒരു കഴിവാണെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു കഴിവാണ്. അപ്പം ഇതിലതാണ് ഉദ്ദേശിക്കുന്നത്. ഒക്യുപേഷൻ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്, അതുമായി ആ തൊഴിലുമായി ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റിനോട് കൺസൾട്ട് ചെയ്യണം. നമ്മള് എന്താ ഈ വ്യക്തിയെ, ഇതില് ഹെവി ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉള്ള വ്യക്തിയാണ് എങ്കിൽ അവരെ ഷിഫ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ എന്താ പറയുക, ലിഫ്റ്റ് നമ്മള് മറ്റൊരു സ്ഥലത്തേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോഴും ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ മാറ്റുകയും, അല്ലെങ്കിൽ അവരെ ചിലപ്പോ ആ ടേബിളിൽ നിന്ന് താഴെ ഇറക്കുകയും ടേബിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ടേബിളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക, അതേമാതിരി തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്താണ് വ്യക്തിയെ മറ്റു റൂമിലേക്കൊക്കെ കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ്. അപ്പൊ ആ ടൈമില് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഓക്യുപേഷൻ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായിട്ട് ഇറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാവുന്ന പേഴ്സണോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആരായുക, അതോടൊപ്പം തന്നെ അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ ഇവിടെ നമ്മള് ഫോർത്ത് പോയിന്റ് പറയുന്നുണ്ട്. ഇതിൽ എന്താ പറയാൻ നോക്കാം. Put on radiation dosimeter, bad or other, when exposed to radiation, follow all safety instructions to lessen exposure to a minimum. അതായത് റേഡിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ റേഡിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ മീറ്റർ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളിലെല്ലാം എന്താണ്, അതിനും കുറെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് സുരക്ഷിതമായിട്ടുള്ള കുറെ ഇതുകളുണ്ട്. സുരക്ഷിതമായിട്ട് ഈ റേഡിയേഷൻ ഫംഗ്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമുക്ക് അത് ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ്, സേഫ്റ്റി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ലിസൺ ചെയ്തിട്ട് അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. മിനിമം നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് എങ്കിലും ഫോളോ ചെയ്തിട്ടായിരിക്കണം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് PPE കിറ്റ് ധരിക്കണം, ആ റേഡിയേഷന് പോകുന്നതിന് പിന്നെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. നേരത്തെ കുറെ ഇൻസ്ട്രക്ഷൻസ്, കുറെ നിർദ്ദേശങ്ങൾ ആ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവും, അതേമാതിരി തന്നെ നഴ്സുമാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ പേഷ്യൻസിനുണ്ടാവും. അപ്പൊ അവർ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ലിസൺ ചെയ്തിട്ട് അതെല്ലാം തന്നെ മിനിമം അത് കീപ്പ് ചെയ്യാനായിട്ട്, അതായത് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. Put on radiation dosimeter when exposed to radiation. റേഡിയേഷന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത് റേഡിയേഷൻ ഡോസിമീറ്റർ. ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്. അങ്ങനെ അത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്, ആ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഉള്ളത്, അതെല്ലാം ലിസൺ ചെയ്ത്, അതെല്ലാം ശ്രദ്ധിച്ച് അതോടുകൂടി പൊരുത്തപ്പെട്ട് അതെല്ലാം എന്താ പറയാ മിനിമം അത് നമ്മൾ നടപ്പാക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വേറെ എന്തെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ? എമർജൻസി ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ് നമുക്ക് അതെന്ന് പറയുന്നത്. ഒരു ചെറിയൊരു പോർഷൻസേ ഉള്ളൂ, ഇവിടെ വരെയുള്ളൂ. അത് നമുക്ക് അങ്ങനെ തീർത്തേക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ് കാർഡിയക് ട്രോളി വിത്ത്, അതായത് എമർജൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, പെട്ടെന്ന് അർജന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. കാർഡിയക് ട്രോളി വിത്ത് ഡിഫിബ്രിലേറ്റർ ഹാസ് ടു ബി റെഡി അവൈലബിൾ. നമ്മൾ ആ ഡിഫിബ്രിലേറ്റർ ഡിസ്കസ് ചെയ്ത് തന്നോന്ന് എനിക്കറിയില്ല, തന്നിട്ടുണ്ടെന്ന് തോന്നണം. അതായത് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കില്ലേ, നമ്മുടെ ശ്വാസം നിലച്ചു പോകുമ്പോൾ നമ്മൾ വായുവിലൂടെ എന്താ പറയുക ശ്വാസം നേരെ കടത്തി വിട്ടിട്ട് ഈ വ്യക്തിക്ക് വീണ്ടും ഹൃദയം ഇടിച്ചു തുടങ്ങാനുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കും. ഇൻ കേസ് അങ്ങനെ ചാൻസ് ഇല്ലാത്ത ടൈമിൽ അതെ CPR ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ CPR കൊടുക്കും. അപ്പൊ ഈ CPR കൊടുത്തതിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇത്. അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട രീതിയിൽ CPR പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ആ മെഷീൻ ഉണ്ടെങ്കിൽ അതാണ് അവരുടെ ഫസ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുള്ളൂ. ഡിഫിബ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു വൈദ്യുത പ്രവാഹം കടത്തിയിട്ട് നരമ്പിലൂടെ, അത് ശരിക്കും നെഞ്ചില്
ഒന്ന് പ്രസ് ചെയ്യും. അപ്പൊ ആ ഒരു വൈദ്യുത പ്രവാഹം ഈ ഞരമ്പിലൂടെ പ്രവഹിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഹേർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ച് തുടങ്ങും. അതിനുശേഷം അവരടുത്ത നെക്സ്റ്റ് ആക്ഷൻസ് ഒക്കെ എടുത്ത് ഈ വ്യക്തിയെ വീണ്ടും എന്താ പറയാ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഡിഫിബ്രില്ലേറ്റർ എന്ന മെഷീൻ അത് ഈ കാർഡിയാക്ക് സംബന്ധമായിട്ട് ഹേർട്ടിന്റെ ആ ഡിസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ നമുക്കറിയാം എന്ത് വേണമെങ്കിലും അല്ലെ, പ്രഷർ കൂടിയിട്ടാണ് എങ്ങനെയാണെങ്കിലും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് ഇത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. എന്താണ് ഡിഫിബ്രില്ലേറ്റർ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. CPR-ന് പകരമുള്ള ഒരു മെഷീനാണ് ഇത്. CPR കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പൊക്കെ ഇവര് ഇങ്ങനെ പെട്ടെന്ന് ബോഡി എന്താ പറയാ ഹേർട്ടിന്റെ ആ ഒരു ഇത് നിലച്ചു പോകുമ്പോൾ ഇത് കൊടുക്കും. ഒരു വൈദ്യുത പ്രവാഹം കൊടുത്ത് അതിന്റെ ആ ഒരു ചലനം ആ ഇടിപ്പ് നിലനിർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു മെഷീനാണ്. ഓക്കെ, കാർഡിയാക് ഫോളി വിത്ത് ഡിഫിബ്രില്ലേറ്റർ ഹാസ് ടു ബി റെഡി അവൈലബിൾ. നെക്സ്റ്റ് പറയുന്നത് ഡു ഓൾ പേഴ്സണൽ നോ ടു ഇറ്റ്സ് ലൊക്കേഷൻ. അതായത് നമുക്കറിയാലേ, നമുക്ക് ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് ഇപ്പൊ നമ്മള് ഈവൻ ഒരു ഇലക്ട്രീഷ്യനെ വരെ നമുക്ക് ആവശ്യമാണ്. ചിലപ്പോൾ ഈ എക്യുപ്മെന്റ്സ് നമുക്ക് ഡോക്ടേഴ്സ്, നഴ്സുമാര്, അല്ലെങ്കിൽ എന്താ പറയാ അനസ്തേഷ്യ കൊടുക്കുന്ന സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ മാത്രമല്ല, ഇൻ കേസ് എന്താ പറയാ ഈ മെഷീൻ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ ആ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള പേഴ്സണെ എല്ലാം അവരുടെ ലൊക്കേഷൻ എല്ലാം അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കാം. അത് ഏത് പ്ലേസിലാണ് ഈ പേഴ്സൺ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. അവരുടെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ബി പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് എമർജൻസി എക്യുപ്മെന്റ്, ചെക്കിംഗ് ഓഫ് മെഡിസിൻസ് വിച്ച് ആർ എക്സ്പയർഡ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. അതായത് നമുക്കറിയാം ചില ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ചെയ്യുന്നതിനൊപ്പായിരിക്കും ചിലപ്പോൾ മെഡിസിൻസ്, ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയണ ലിക്വിഡ് പോലെയുള്ള മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ അതിലൂടെ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ, നമ്മുടെ ട്യൂബിലൂടെ തന്നെ കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അങ്ങനെ എന്തെങ്കിലും കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ആ മെഡിസിൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. ഇൻ കേസ് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ മെഡിസിൻസ് ഒന്നും അവിടെ യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ അതെല്ലാം ചെക്ക് ചെയ്തിരിക്കണം. അതിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്. നമുക്കറിയാം അവിടെ ഒരുപാട് എക്യുപ്മെന്റ്സ്, ഒരുപാട് ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ മെയിൻ്റെനൻസ് ചിലപ്പോഴൊക്കെ അത് ചിലപ്പോൾ സ്പീഡ് ഉണ്ടാവില്ല, ചിലപ്പോൾ അത് ഇലക്ട്രോണിക്സ് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ അതിന്റെ പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് അത്രയും റണ്ണിങ് ഉണ്ടാവില്ല, ചിലപ്പോൾ പതിയെ പതിയെ പ്രവർത്തിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ അതിന്റെയൊക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് ഇരിക്കണം, റിപ്പയർ ചെയ്തിരിക്കണം. എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് റിപ്പയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സ്പെസിഫൈഡ് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ബി പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് എമർജൻസി. ഏതെങ്കിലും പേഴ്സൺസ് ആയിരിക്കും ചിലപ്പോൾ ഇന്ന മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ചില പേഴ്സൺസിനെ ആയിരിക്കും അവര് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ പേഴ്സൺസ് എല്ലാം അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഒപ്പം ചെക്കിംഗ് ഓഫ് മെഡിസിൻസ് വിച്ച് ആർ എക്സ്പയർഡ്, അതിന്റെ ആ ടൈം വേരിയേഷൻ ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടായിരിക്കും ഇതെല്ലാം കൊണ്ടുവരേണ്ടത്. ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, ഉപകരണങ്ങൾക്കൊക്കെ എന്തെങ്കിലും മെയിൻ്റെനൻസ് അല്ലെ, എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മെയിൻ്റെനൻസ് ചെയ്ത് അവിടെ അവൈലബിൾ, അവിടെ അത് സ്ഥാനത്ത് ആ പ്ലേസിൽ തന്നെ നമുക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ആക്കിയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ഇതിലെന്താണ് നമുക്കറിയാം, ഏതൊരു എന്തെങ്കിലും പ്ലേസിലും ഒരു ഭരണം ആവശ്യമാണ് അല്ലെ. നന്നായിട്ട് പോകണമെങ്കിൽ എന്താണ് നല്ലൊരു ലീഡർഷിപ്പോടുകൂടി നല്ലൊരു പ്ലാനോട് കൂടിയിട്ടായിരിക്കും പ്രവർത്തനം. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു നയങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും, ആ രീതിയിലൂടെ ആയിരിക്കണം പോകേണ്ടത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴേക്ക് നോക്കാം. എന്താന്ന് മെത്തേഡ്സ് ഓഫ് പേഷ്യൻസ് ഐഡന്റിഫിക്കേഷൻ അല്ലെ. ഓരോ പേഷ്യൻസിനും ഐഡന്റിഫിക്കേഷൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുകൾ കൊടുത്തത്, ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ നെയിമായിരിക്കാം, ചിലപ്പോൾ പേഷ്യൻസിനോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും സിമ്പിൾ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ആ മെത്തേഡ് അവർ ഫോളോ ചെയ്യും. റെസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്, അതായത് പേഷ്യൻസിന്റെ മൂവ്മെന്റ് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. റെസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ്, നിയന്ത്രണം ഡ്യൂറിങ് മൂവ്മെന്റ്, അവരുടെ ആ ഒരു ചലനത്തിൽ. അതായത് ചിലപ്പോൾ ഇന്ന പേഷ്യൻസിന് ഓപ്പറേഷൻ ചെയ്തതിനു ശേഷമായിരിക്കും നെക്സ്റ്റ് പേഷ്യൻസിനെ വിളിക്കുക, അല്ലെങ്കിൽ ഒരാള്
അവിടെ എന്താ പറയുക അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കണം. മറ്റൊരു വ്യക്തിക്ക് ചിലപ്പോൾ ആണെങ്കിൽ ഒരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ്, ഒരു നിയന്ത്രണം അവിടെ ഉണ്ടായിരിക്കും. അതാണ് അവിടെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. Then protection of a patient's on operating table while turning or transferring. അതായത് അവിടെ എപ്പോഴും എന്താണ് പേഷ്യൻസിന് ഓപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താ അവർ ചെയ്യാനൊക്കെ ഇതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫറിങ്ങിനാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം അവിടെ അവൈലബിൾ ആക്കിയിരിക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വയൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിങ്. അവരെ ഒന്ന് തിരിച്ചു കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുമ്പോഴോ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അതിന് ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ അത് ടേൺ ചെയ്യാൻ, ആ വ്യക്തി തിരിക്കാനും മറക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനായിട്ടുള്ള സംരക്ഷണം അവിടെ ഉണ്ടായിരിക്കും. എന്തായാലും ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് നമ്മൾ നേരത്തേക്ക് പറഞ്ഞിരുന്നു. ഇന്ന ഗ്ലൗസുകൾ യൂസ് ചെയ്യണം, എന്താ പറയുക, നമ്മള് ചപ്പലുകളെല്ലാം ആണെങ്കിലും തെല്ലാത്ത തരത്തിലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. വാഷ് ചെയ്യുന്നത് വാഷ് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് തന്നെയാണ് പറയുന്നത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. അങ്ങനെ അസുഖങ്ങളൊന്നും കടന്നു പിടിക്കാത്ത തരത്തിലുള്ള രീതിയിലുള്ള പ്രോട്ടോകോൾസുകളെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. ഇതെല്ലാം എന്താണ് ഒരു നല്ല ഒരു ഓപ്പറേഷൻ തിയേറ്റർ സുഗമമായി നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു ഇതുകളാണ്, പ്രോട്ടോകോൾസുകളാണ് ഇവിടെ പറയുന്നത്. ഇൻ റിക്കവറി റൂം, അതിൽ വീണ്ടും പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യമാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത്. ഇൻ റിക്കവറി റൂം, വീണ്ടും ഓപ്പറേഷന് ശേഷം എന്താണ് റിക്കവറി റൂമിൽ നോക്കാം. പേഷ്യൻസ് ഒബ്സർവേഷൻ to be performed every 15 minutes after the surgery, including by the level of consciousness, bleeding, etc. അതായത് നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ, നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ആരെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞതോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും ആലോചിച്ചാൽ മതി. എന്താണ്, നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവരെന്തെയും റിക്കവറി റൂമിലേക്ക്, ചിലപ്പോൾ ആണെങ്കിൽ അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ റൂം, ഒരുപാട് വലിയ ഹോസ്പിറ്റലുകൾക്ക് അതിൻ്റെതായ സൗകര്യങ്ങളുണ്ടാവും, ചെറിയ ഹോസ്പിറ്റലിന് അതിൻ്റെതായ സൗകര്യങ്ങളൊക്കെ ആയിരിക്കും. എനിവേ എന്താണ് പേഷ്യൻസിന് ഒബ്സർവേഷൻ, ഒരു നിരീക്ഷണ രീതിയിൽ എന്താണ് എവറി 15 മിനിറ്റ്സ് 15 മിനിറ്റ് കൂടുമ്പോഴും എന്താണ് സർജറിക്ക് ശേഷം ഈ വ്യക്തികളെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കും. അതായത് ചില വ്യക്തികൾക്കൊക്കെ നമുക്കറിയാം നമ്മളുടെ മെഷീൻസ് അല്ലെ, മോണിറ്റർ ചെയ്യുന്ന മെഷീൻസ് എല്ലാം ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതാണ് പറയുന്നത് വൈറ്റൽ സയൻസ് ലെവൽ ഓഫ് കോൺഷ്യസ് ബ്ലീഡിങ് ഉണ്ടോ, അവര് ബോധമൊക്കെ റിമൂവ് ചെയ്ത് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഹേർട്ടിന്റെ ചിലർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടിയും സിഗ്നലൊക്കെ കാണിച്ചു തരുന്നുള്ള മോണിറ്ററിംഗ് മെഷീൻസ് ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള മോണിറ്ററിംഗ് ഒക്കെ പരിശോധിക്കേണ്ടത് എവറി 50 മിനിറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കാം. നമുക്കറിയാം ചിലർക്കൊക്കെ ബ്ലീഡിംഗ് ഒക്കെ അൺകൺട്രോളബിൾ ആയിട്ട് ചിലപ്പോൾ ബ്ലീഡിങ്ങിന് പോയിക്കൊണ്ടിരിക്കും. അത് ചില സമയങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ അല്ലെങ്കിൽ കോൺഷ്യസ്, ചിലർക്ക് ബോധം ചിലർക്ക് റിക്കവർ ചെയ്ത് വരാൻ ഒരുപാട് സമയമെടുക്കും, ചിലർക്ക് ഓട്ടോമാറ്റിക് പെട്ടെന്ന് റിക്കവർ ചെയ്യും, ചിലർക്ക് അത് പതിയെ അങ്ങനെ. അപ്പൊ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. Then all equipment should be ready on demand. In case നമ്മളിപ്പോ പറയണ ഈ 15 മിനിറ്റ്സിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ബ്ലീഡിങ് നിൽക്കുന്നില്ല, ചിലപ്പോൾ അവര് കോൺഷ്യസ് അങ്ങനെ അവര് ബോധാവസ്ഥയിലേക്ക് വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ അവര് മനസ്സിലാക്കി വരികയാണെങ്കിൽ എന്താണ് ആ ടൈമിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് മസ്റ്റായിട്ടും വേണം അല്ലെ. നമ്മൾ ബ്ലീഡിംഗ് ഒക്കെ ഡയത്തർമിയ മെഷീനൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതായത് ബ്ലീഡിങ് ഒരു ചൂട് കൊടുത്തിട്ട് ആ ഞരമ്പിലൂടെ ചൂട് പ്രവഹിച്ച് ആ ബ്ലഡ് ഒന്ന് ക്ലോട്ടായ രീതിയിൽ അല്ലെ ആ ബ്ലീഡിങ് നിരക്കുന്ന നിയന്ത്രണത്തിന് വിധേയമാക്കുന്ന ഒരു മെഷീനാണ് അത്. അപ്പൊ അത്തരത്തിലുള്ള മെഷീൻസ് ഒക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയില്ല. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് എന്താണ് അസുഖങ്ങൾ കീഴ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് അവരെ വിസിറ്റേഴ്സിനെ അല്ലെ സന്ദർശകരെയൊക്കെ നിയന്ത്രണത്തിന് വിധേയമാക്കണം. മിക്കവാറും ഒബ്സർവേഷൻ റൂമിലൊക്കെയാണ് കിടക്കണമെങ്കിൽ നമുക്കറിയാം എപ്പോഴെപ്പോഴും എന്താ പറയാ പേഷ്യൻസിനെ പോയി കാണാനൊന്നും സാധിക്കില്ല. അവര് ഇന്ന സമയം അലോട്ട് ചെയ്യും, അതനുസരിച്ച് മാത്രമേ വിസിറ്റേഴ്സിനെ കടത്തി വിടുള്ളൂ അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. ഓക്കെ, നമ്മളപ്പോ ഇതുവരെയും പഠിച്ചത് ക്ലിയർ ആയോ? ഇതുവരെയും വലിയ കുഴപ്പമില്ലാതെ പോയില്ലേ? ഓക്കെ, പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, അതോടുകൂടി നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ക്ലോസ് ചെയ്യാം. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാല്ലേ.
കണ്ടിന്യൂ ചെയ്തോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ, മെസ്സേജ് അയക്കാം. നെക്സ്റ്റ് ഫോളോ ചെയ്യാം, അടുത്തതിലേക്ക് പോകാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. അപ്പൊ നമ്മള് ഇവിടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ്, അതായത് റെസ്പോൺസിബിലിറ്റീസ് എന്ന ഉത്തരവാദിത്തങ്ങൾ ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയിലെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഓപ്പറേഷൻ റൂമിലുള്ള ഉത്തരവാദിത്തം. CPRന്റെ ഫുൾ ഫോം പറയാമോ എന്ന് ചോദിക്കാം. ആരെങ്കിലും ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ CPRന്റെ ഫുൾ ഫോം? നമ്മള് കിട്ടണതൊന്നും പറഞ്ഞു പോയാലായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു മിനിറ്റ്. ഓക്കെ, നോട്ട് ചെയ്തോളൂ. കാർഡിയോ പൾമിനറി റെസ്ട്രിക്റ്റഡ്. അപ്പൊ CAR സ്പെല്ലിംഗ് അടക്കം നോട്ട് ചെയ്തോളൂ. CAR DIOPULMONARY കാർഡിയോ പൾമിനറി റെസ്ട്രിക്ഷൻ. നോക്കാം. RESUSCITATION റെസസിറ്റേഷൻ. ഓക്കെ, അത് കാർഡിയോ പൾമിനറി റെസസിറ്റേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ആ സ്പെല്ലിംഗ് അടക്കം പറഞ്ഞില്ലെങ്കിലേ നമ്മള് ഒരു പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെല്ലിങ്ങും വേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, വേറെ എന്തെങ്കിലും? ഇനി നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഇതിലേക്ക് എന്താ നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. നോട്ട് ചെയ്തില്ല? ആരോ ഇന്നത്തെ വാട്സപ്പിൽ ചെയ്തിരുന്നല്ലോ, ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇന്നത്തെ ചെയ്തില്ലായിരുന്നോ? ഒന്നും കൂടി നോക്കിയേക്ക്. കാർഡിയോ പൾമിനറി. ഓക്കെ, നെക്സ്റ്റിന്റെ സ്പെല്ലിംഗ് നോക്കിക്കോ. RESUSCITATION. കിട്ടിയോ? കിട്ടിയോ? ചെയ്യാൻ പറ്റിയോ? ചോദിച്ചാൽ പോയാ. അപ്പോ ഓക്കെ, നമുക്കപ്പോ നോക്കാം എന്താണ് നമ്മുടെ പോർഷൻസിലേക്ക് നോക്കാം. എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. അതിലെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങളാണ്, എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉള്ളതെന്നുള്ളതാണ് പറയുന്നത്. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് കീപ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിംഗ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യൻസ്. എന്താ പറയണ, അതില് ആ സെക്രട്ടറിക്കുള്ള അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വളരെയധികം മര്യാദ രീതിയിൽ അല്ലെ, നമ്മള് ഓപ്പറേഷൻ റൂമിൽ എന്തെങ്കിലും എൻക്വയറീസിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു തരാനുള്ള ഒരു മര്യാദ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യന്റ്. അവരെ നമ്മളെ വെൽക്കം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ വിഷ് ചെയ്തിട്ട് എന്താണ് എന്നുള്ള റെസ്പെക്റ്റോട് കൂടിയിട്ട് വിഷ് ചെയ്യാനുള്ള മര്യാദയോട് കൂടിയിട്ട് നമുക്ക് എന്താണ് ആവശ്യകരമായ കാര്യങ്ങൾ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ തരേണ്ടതുണ്ടെങ്കിൽ അത് തരാനായിട്ടുള്ള ഒരു രീതി അവർ ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് കീപ്പ് ഡിപ്പാർട്ട്മെന്റ് റണ്ണിങ് സ്മൂത്ത്ലി. അല്ല, സ്മൂത്ത് ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ്ലി കാര്യക്ഷമമായി പോകണമെങ്കിൽ ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യൻസിനെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാനുള്ള ഒരു മര്യാദ അവർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. നമുക്കറിയാം
നമ്മുടെ ഡൗട്ടുകൾ അല്ലെ പേഷ്യൻസിനോടൊപ്പം വരുന്ന നെയ്ബേഴ്സിന് ആർക്കെങ്കിലും അല്ലെ റിലേറ്റീവ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കണം. നെക്സ്റ്റ് എന്താ പറയുന്നത്, ദീസ് വർക്കേഴ്സ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് വോയിസ് മെയിൽ ആൻഡ് ഫോൺ സിസ്റ്റം മെഷീൻസ് കോപ്പിയേഴ്സ് ആൻഡ് സ്കാനേഴ്സ് ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ്. അതായത് ഇത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ നമുക്കറിയാം ഓരോ ഓഫീസിലും ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇപ്പോഴത്തെ നൂതന സിസ്റ്റംസ് അനുസരിച്ച് എന്താണ് ഒരുപാട് പുതിയ പുതിയ അറിവുകൾ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പം അതെന്തുകൊണ്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ വോയിസ് മെയിൽ ആയിരിക്കും അയക്കേണ്ടത്, ചിലപ്പോൾ ഫോൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പേഷ്യൻസിന്റെ റിലേറ്റീവ്സോ ആരെങ്കിലും ചിലപ്പോൾ വോയിസ് മെയിലിലൂടെ ആയിരിക്കണം മെസ്സേജ് അറിയാൻ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ഫോൺ ഉപയോഗിച്ചിട്ട് അതിന്റെ റിപ്ലൈ അറിയാനായിരിക്കും, ചിലപ്പോൾ മെഷീൻസ് കോപ്പീസ് ചില ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന്റെ കോപ്പീസോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തതിന്റെ കോപ്പീസോ അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യകത വരാം. അപ്പൊ ഇതെല്ലാം എന്താണ് കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഓപ്പറേറ്റിംഗ് ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ആ സെക്രട്ടറി റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. The next, they accept and route message and transfer correspondence verbally or through write form. അതായത് നമ്മുടെ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പോകുന്ന മെസ്സേജ് നമ്മൾ എവിടെ നിന്നാണ് എന്താണ് മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വേന്ന് പറയുന്നത് ചിലപ്പോൾ ഫോണിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ലെറ്ററിലൂടെ ആയിരിക്കും. ഇപ്പൊ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫോണിലൂടെ വാട്സപ്പ് വഴിയോ മെസ്സേജുകളൊക്കെ നമ്മൾ കൊടുക്കും അല്ലെ. അപ്പൊ ആ രീതി ഏത് റൂട്ടിലൂടെയാണ് അത് കൊടുക്കുന്നത്, ചിലർക്ക് റിട്ടേൺ ഫോം ആവശ്യകരമായിരിക്കും. ചില ഇതുകളിലൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് പാക്കേജുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ റിട്ടേൺ ഡോക്യുമെന്റ് അവര് മസ്റ്റ് ആയിട്ട് ആവശ്യപ്പെടാം. അപ്പൊ ഏത് രീതിയിലാണോ അവർ ആവശ്യപ്പെടുന്നത്, ചിലര് വെർബലി ആയിരിക്കാം, ചിലര് വോയിസ് കോൾ ആയിരിക്കും, വോയിസിലായിരിക്കാം, ചിലര് റിട്ടേൺ ഫോം ആയിരിക്കാം. ഏതൊരു രീതിയിലാണെങ്കിലും മെസ്സേജ് അവർ ആവശ്യപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കൊടുക്കാനായിട്ട് ഇദ്ദേഹം തയ്യാറായിരിക്കണം. ആക്സെപ്റ്റ് സ്വീകരിക്കുക ആൻഡ് റൂട്ട് മെസ്സേജ് ആൻഡ് ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ് വെർബലി ഓർ ത്രൂ റൈറ്റ് ഫോം. അതിനനുസരിച്ചുള്ള മറുപടികളൊക്കെ എന്താണ് ചിലപ്പോണെങ്കിൽ വെർബലി കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് റിട്ടേൺ ഫോമിൽ വേണമെങ്കിൽ റിട്ടേൺ ഫോമിൽ കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കും. The additional duties consist of taking specimens to the lab, helping in scheduling procedures, supporting the department through updated bed status. അതായത് നമുക്കറിയാം ചില ഇതുകളൊക്കെ അല്ലെ ലാബിലേക്ക് ചില ഓപ്പറേഷനൊക്കെ വിധേയമായതിനു ശേഷമായിരിക്കും ലാബിലേക്ക് അയച്ചിട്ട് അതിന്റെ റിസൾട്ട് വേണം എന്നൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കും. നിർദ്ദേശം അനുസരിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ എന്താണ് ലാബിലേക്ക് അവരായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവരായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, ഹെൽപ്പ് ആൻഡ് ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ സപ്പോർട്ട് ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് ബെഡ് സ്റ്റാറ്റസ്. അതേപോലെ തന്നെ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് റൂമിൽ ആവശ്യമാണ്, റൂമിൽ വെക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ചിലർക്ക് എന്താണ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ആ ബെഡിന്റെ സ്റ്റാറ്റസും കൂടി, അല്ലെങ്കിൽ ഇൻ കേസ് റൂമിൽ നിന്നാണെങ്കിലും ഓപ്പറേഷൻ ബെഡിന് ഒഴിവുണ്ടോ എന്നുള്ളതും ഇതെല്ലാം ആരാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുന്നു. Then maintaining clean lines and order line like cleaning nurse stations. അതായത് നഴ്സിംഗ് സ്റ്റേഷനിൽ അത്രയും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിരിക്കണം ഏത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഒരു പ്ലേസ് എന്നൊക്കെ പറയുന്നത്. മെയിൻറ്റെയിനിങ് ക്ലീൻ ലൈൻസ് ആൻഡ് ഓർഡർ ലൈൻസ് ലൈക്ക് ക്ലീനിങ് നഴ്സിംഗ് സ്റ്റേഷൻസ്. നഴ്സിംഗ് സ്റ്റേഷനിന്റെ അത്രയും ക്ലീൻ ആയിരിക്കണം ആ പ്ലേസുകളെല്ലാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. Then executive secretaries may also be responsible for managing and training new clerical within the operating room department. അതായത് ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ് നമ്മളിപ്പോ പറഞ്ഞു ഒരുപാട് പേര് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചിലപ്പോൾ 2-3 സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ എന്താണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി തന്നെയായിരിക്കും ഇപ്പൊ പുതിയൊരു അപ്പോയിന്റ്മെന്റ് വരെയാണ് എന്താ ആ ഡിപ്പാർട്ട്മെന്റിൽ ക്ലറിക്കൽ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാസ് ഒക്കെ കേട്ടാനും അല്ലെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള വ്യക്തി വരികയാണെങ്കിൽ ആ വ്യക്തിക്കുള്ള ട്രെയിനിങ് കൊടുക്കാനൊക്കെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നിർണ്ണയിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ആണ് എന്നുള്ള കാര്യം കൂടിയാണ് ഈ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? കുറിച്ചൊന്നും പോയില്ലല്ലോ അല്ലേ? വലിയ പ്രശ്നമില്ലാത്ത രീതിയിലല്ലേ ഞാൻ ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചോ? ഓപ്പറേറ്റിംഗ് ഫിഫ്ത്ത് പോയിന്റ്. Additional duties consist of taking specimens to the lab. Assistant additional duties എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
ഓപ്പറേറ്റിംഗ് റൂമിൽ ശരിക്കും ഓപ്പറേഷന് വിധേയമാകാം വ്യക്തിയെ അതിനുശേഷം റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഡോക്ടേഴ്സ് എന്താ പറയാ, ചിലർക്ക് നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ വിധേയമായതിനു ശേഷം ഈ വ്യക്തിയുടെ ഏതെങ്കിലും സാമ്പിളുകളൊക്കെ ടെസ്റ്റിന് അയക്കേണ്ടതൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ലാബിലൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത് അഡീഷണൽ ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ടേക്കിംഗ് സ്പെസിമെൻ ടു ദ ലാബ്. ലാബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഡ്യൂട്ടീസ് വരികയാണെങ്കിലും എന്താണ് ഈ എക്സിക്യൂട്ടീവിന്റെ മേലധികാരത്തിൽ കൂടിയാണ് ലാബിലേക്കുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കണം. അപ്പൊ അവിടെ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ നമുക്കറിയാലോ എത്ര ടൈമിനുള്ളിൽ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. ലാബില് റിപ്പോർട്ട് കളക്ട് ചെയ്യണം, ലാബില് എന്താ പറയുക അതിന് കളക്ഷൻ പോവേണ്ട സമയമൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന ടൈമിലായിരിക്കണം അത് എടുക്കേണ്ടത്. ഇപ്പൊ ബ്ലഡ് ആണെങ്കിലും എന്തെങ്കിലും സംഭവമാണെങ്കിലും അതെല്ലാം എന്താ പറയുക ഇത്ര ടൈമിനുള്ളിൽ കളക്ട് ചെയ്തിട്ടൊക്കെയാണ്. ചില ഹോസ്പിറ്റലിൽ ഓക്കെ അവിടെ ഉണ്ടാവും, ചില ഹോസ്പിറ്റലിലെല്ലാം എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് വേറെ സ്പേസിൽ പോയിട്ടായിരിക്കും അത് ചെക്ക് ചെയ്യുക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അഡീഷണൽ ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് സ്പെസിമെൻ ടു ദ ലാബ്, ഹെൽപ്പിംഗ് ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ, സപ്പോർട്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് ബ്ലഡ് സ്റ്റാറ്റസ്. അതുകൊണ്ട് തന്നെ ചില ഇങ്ങനെ ലാബിലേക്ക് ടെസ്റ്റ് വിധേയമാകേണ്ട വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ അവർ ഇന്ന ടൈമിലൊക്കെയാണ് ഓപ്പറേഷന് വിധേയമാക്കുള്ളൂ. കാരണം ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അറ്റ് ടൈമിൽ തന്നെ ലാബിലേക്ക് ഇവര് അതിന്റെ സാമ്പിൾസ് എല്ലാം കൊടുക്കേണ്ടത് വരും. അത്ത ടൈമിലായിരിക്കും ലാബിൽ നിന്ന് കളക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ആ രീതി അനുസരിച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ വിധേയമാക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും അല്ലെ സാധാരണ രീതിയിലുള്ള ഓപ്പറേഷന് വ്യത്യസ്തമായിരിക്കും ലാബിലേക്ക് കളക്ഷൻ പോകുന്ന വ്യക്തികളുടെ ഓപ്പറേഷൻ ടൈമിലൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അഡീഷണൽ ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് സ്പെസിമെൻ ടു ദ ലാബ്, ഹെൽപ്പിംഗ് ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ്, സപ്പോർട്ട് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഒരു സപ്പോർട്ടിങ്ങിന്റെ വേണ്ടി ആവശ്യകതയാണ്. സോ അപ്ഡേറ്റിംഗ് ബ്ലഡ് സ്റ്റാറ്റസ്, അതനുസരിച്ചിട്ടാണ് ബ്ലഡ് സ്റ്റാറ്റസ് ഒക്കെ അവർ കൈകാര്യം ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ചോദിക്കുന്നവർക്ക് ക്ലിയർ ആയാലോ? ഓക്കെ, തേർഡ് പോയിന്റ് ക്ലിയർ ആയി എന്ന് പറയുമ്പോഴാണ് നമ്മള് അവർക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴാണല്ലോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നവർക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. Okay, then third point, these workers operate office equipment that includes voicemail and phone system, machines, copiers, and scanners, and also maintain and organize department supplies. അതായത് ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെതായ കാര്യങ്ങളുണ്ട് കുറെ. ഓക്കെ, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫോൺ സിസ്റ്റം ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ഡയഗ്നോസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ടായിരിക്കും എന്തെങ്കിലും മെഷീൻ അല്ലെ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമ്മള് ചിലപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ടാവും, അല്ലെങ്കിൽ ഫോൺ കോള് വഴിയായിരിക്കും നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അതിന്റെ കോപ്പി എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവര് ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ എന്താ പറയുക ആവശ്യമാണ്, ഞങ്ങൾക്ക് കോപ്പി വേണം, അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് വേണം. നമ്മളാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു മാറ്റർ ആണിത്. അപ്പൊ അതൊക്കെ എന്താ പറയുക ഈ റെസ്പോൺസിബിലിറ്റി അതൊക്കെ കൊടുക്കുക എന്നുള്ളത് എന്താണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ചിലപ്പോൾ അവര് എന്താ പറയുക ക്ലറിക്കൽ സ്റ്റാഫുകളെ കൊണ്ടായിരിക്കും ചെയ്യിക്കുന്നത്. പക്ഷെ ഉത്തരവാദിത്വം നിറഞ്ഞു നിൽക്കുന്നത് ആരിലാണ്? നമ്മുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ കയ്യിലാണ്. സെക്കൻഡ് പോയിന്റ് അത് തന്നെയാണ്, ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലിയർ ആവുന്നത്. നമ്മുടെ റിലേറ്റീവ്സ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആരെയാണ്? നമ്മുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെയാണ്. നമുക്ക് അറിയാം നമ്മൾ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ കീഴിൽ ക്ലറിക്കലായിട്ട് കുറച്ച് വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കും. അവരെ കൊണ്ട് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യിപ്പിക്കും. പക്ഷെ ഇൻ കേസ് അവർക്ക് കൊടുത്തില്ല എങ്കിൽ അതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമല്ലോ ഓരോ ഡിപ്പാർട്ട്മെന്റിന്. അത് എന്താണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ കയ്യിലാണെന്നുള്ള കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോ നമ്മള് ഇന്നെടുത്ത പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടിയാണ്. പക്ഷെ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആണെങ്കിലും ചെറുതായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിരുന്നു. അപ്പോ ഇതോട് കൂടിയിട്ട് നമ്മൾ ചാപ്റ്റർ കഴിയുകയും ചെയ്യുകയാണ്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വെന്റിലേഷൻ ആണ്. അപ്പോ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരാവുന്ന അപകടങ്ങളെ ഓർത്തുകൊണ്ടുള്ള കുറച്ച് പ്രിവെൻസ് നടപടികളൊക്കെയാണ്, മുൻകരുതലുകളാണ് കാണിച്ചത്. ഏത് പോയിന്റ്
ഇതാണോ ഉദ്ദേശിച്ചത്? റെസ്പോൺസിബിലിറ്റിയുടെ തേർഡ് പോയിന്റ് ആണോ ഭീഷ്മ ചോദിച്ചത്? റെസ്പോൺസിബിലിറ്റിയുടെ തേർഡ് പോയിന്റ് ആണോ? ഓപ്പറേറ്റിംഗ് ഓഫീസ് എക്യുപ്മെന്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ, അതാണോ? കാരണം ഞാൻ തേർഡ് പോയിന്റ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്തതാണ്. അത് തന്നെയാണോ ചോദിക്കുന്നത് റിപ്പീറ്റ് ആയിട്ട്? റെസ്പോൺസിബിലിറ്റിയുടെ തേർഡ് പോയിന്റ് ആണോ ചോദിച്ചത് ഡൗട്ടായിട്ട്? അത് തന്നെയാണെങ്കിലും ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത മാറ്റർ ആണ്. അതായത് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി അതായത് പൂർണ്ണ ഉത്തരവാദിത്തമാണ്. ഏത് റിലേറ്റീവ്സ് എൻക്വയറിയിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നു, അത് ചിലപ്പോൾ ഈ വോയിസ് കോൾ ആയിട്ട് തരാനായിരിക്കും, അല്ലെങ്കിൽ വോയിസ് മെയിൽ അയക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കും, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അല്ലെ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള റിപ്പോർട്ടോ അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതെന്തായാലും അതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂമിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് തേർഡ് പോയിന്റിൽ പറഞ്ഞത്. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഇന്റഗ്രേറ്റഡ് നമ്മുടെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്ററിലെ രണ്ട് പോയിന്റ് ആണ് എന്ത്? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനൊരു മീനിങ് ഉണ്ട്. അത് ഓപ്പറേഷൻ തിയേറ്ററിനോട് ഉള്ളിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്റഗ്രേറ്റഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ആ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് തിയേറ്റർ ആണ് അത്. അതിലെന്താ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫംഗ്ഷനലി ലിങ്ക്ഡ് ഓപ്പറേഷൻ തിയേറ്റർ എൻവയറമെന്റ്. അതായത് ഫംഗ്ഷനലി അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രവർത്തനമാണ് എന്ത് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഇൻഫോർമേഷൻ. അതിലെന്താണ് പ്രധാനമായിട്ടും ഉള്ളത്? ആ പേഷ്യൻസിൽ അവിടെ ഓപ്പറേഷന് വിധേയമാകുന്ന പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ്, അതായത് അതുമായി ബന്ധപ്പെട്ട ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കൂടുതലായിട്ട് അതിലുള്ളത്. ഓഡിയോ ഉണ്ടാവും, ചിലപ്പോൾ വീഡിയോ ഉണ്ടാവും, ചിലപ്പോൾ സർജിക്കൽ ലൈറ്റ്സ്, അങ്ങനെ ഓഡിയോസോ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ. നമുക്ക് ഡോക്ടേഴ്സ് ചിലപ്പോ അവര് അനലൈസ് ചെയ്യുന്നത്, ചിലപ്പോ അവര് നോക്കുന്നത് ഈ വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങളായിരിക്കും പിക്ചറിലാക്കി വെച്ചിട്ടുണ്ടാവും ഡോക്ടറിന്റെ നേരത്തെ കൂട്ടിയുള്ള സ്കാൻ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് അവര് നോക്കിയതിനു ശേഷമാണ് ഓപ്പറേഷന് വിധേയമാകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് എന്ത്? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. അത് ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിച്ചാൽ മതി. അതായത് ഓപ്പറേഷൻ തിയേറ്ററിനോട് ലിങ്ക് ചെയ്തേക്കുന്ന അവിടെ ആയിരിക്കും എന്താണ് ഡോക്ടേഴ്സ് ചിലപ്പോൾ ആണെങ്കിൽ ആ റൂമിൽ നിന്നിട്ടായിരിക്കും ഈ ഓപ്പറേഷന് വിധേയമാകുന്ന പേഷ്യൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്തെങ്കിലും എന്താ പറയുക പിക്ചറായിട്ട് കാണാനുണ്ടെങ്കിൽ പിക്ചറായിട്ട് അല്ലെങ്കിൽ കേൾക്കാറുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഓഡിയോ ആയിട്ട് കേട്ടിട്ടായിരിക്കും ഓപ്പറേഷന് വിധേയമാകുന്നത് അല്ലെ. നമുക്കറിയാം സ്കാൻ ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മറ്റു പല ഹോസ്പിറ്റലുകളിലൊക്കെ കയറിയിട്ടായിരിക്കും ചില വ്യക്തികള് ചില ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പൊ അവരുടെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഓഡിയോസ് ഉണ്ടാവുമായിരിക്കും. അതൊക്കെ നമ്മൾ ഇൻഫോർമേഷൻസ് എല്ലാം എന്താണ് ആ ഒരു ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരുന്നിട്ടാണ് ഡോക്ടർ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ എന്താണ് കീപ്പ് ചെയ്യുന്നത്? റൂം ലൈറ്റ്സുകൾ ഉണ്ടാവും, AC എന്തെങ്കിലുമൊക്കെ അല്ലെ. പെട്ടെന്ന് തന്നെ അവിടെ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആയോ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർജിക്കൽ തിയേറ്റർ ദാറ്റ് ഈസ് equipped with the modern medical imaging devices like CAMs, CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ്. അതായത് ഇന്നത്തെ കാലത്തെ പുതിയ തരത്തിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ആ ഒരു ഇതനുസരിച്ച് ഇന്നോവേഷൻ ആയിട്ടുള്ള അല്ലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ വെളിച്ചത്തിലുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം എന്താ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ് MRI പോലത്തുള്ള സ്കാനിങ് ഫെസിലിറ്റി, CT സ്കാൻ, അതേമാതിരി തന്നെ എന്താണ് നമ്മുടെ ഇപ്പൊ കീബോർഡ് സർജറി സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറെ എക്യുപ്മെന്റ്സുകൾ ആവശ്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും സൂക്ഷിച്ചു വെക്കുന്ന ഒരു മേഖല, അതായത് അതെല്ലാം കൂടി അടങ്ങിയിരിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് എന്ത്? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്.
സർജിക്കൽ തിയേറ്റർ, അതൊരു സർജിക്കൽ തിയേറ്റർ ആണ്. ദാറ്റ് ഈസ് equipped with മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ്, അതായത് മോഡേൺ ആയിട്ടുള്ള മെഡിക്കൽ ഇമേജിംഗ് ആയിട്ടുള്ള ഡിവൈസ് ഉപകരണങ്ങളാണ് അതിലുള്ളത്. സിയാൻസ്, CT സ്കാൻസ്, MRI സ്കാനേഴ്സ്, അങ്ങനെ തരത്തിലുള്ള സ്കാനിങ് ഫെസിലിറ്റീസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പ്ലേസ് ആണ് എന്ത് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. This allows a slightly invasive surgery less incision. അതെ, ഇതിൽ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ സർജറി എല്ലാം പ്രധാനമായിട്ടുള്ളത് ഇവിടെ എന്താണ്, ഒരു ചെറിയ ലെസ് ആയിട്ടുള്ള ഇൻസിഷൻ, ചെറിയ മുറിവിലൂടെയുള്ള ഇൻവസീവ്, അതായത് ചെറിയ തരത്തിലുള്ള കീഹോൾ പോലത്തെയുള്ള സർജറികൾക്ക് വിധേയമാക്കുന്ന ഒരു പ്ലേസും കൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. This allows the slightly invasive surgery less incision. ചെറിയ തരത്തിലുള്ള മുറിവുകൾ കൊടുത്തതിന് ശേഷം അല്ലെ കീഹോൾ പോലെയുള്ള സർജറി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും കൂടിയാണ് ഇത് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്നുള്ളത്. ഇവിടെ CT സ്കാനർ ഉണ്ടാവും, MRI സ്കാനർ ഉണ്ടാവും, അതായത് ഓപ്പറേഷന് വിധേയമാവുന്ന തരത്തിലുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളെല്ലാം നമ്മളെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്തെങ്കിലും? ഏതായാലും നമ്മുടെ പ്ലേസ് സമയം കഴിഞ്ഞു. എന്നാലും വേറെ ഡൗട്ടുകളൊന്നും ഇല്ല എങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ. നമുക്കപ്പോ അടുത്ത ക്ലാസ്സിൽ വെന്റിലേറ്റർ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓപ്പറേഷൻ തിയേറ്റർ നമുക്ക് കുഴപ്പമില്ല അല്ലെ, വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് ആക്കി അല്ലെ. ഓക്കെ, ബൈ. ശരിയാണ്.